വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇസ്ലാമാബാദിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ അത് സങ്കടമുണ്ട്, പക്ഷേ പ്രതിഷേധമുണ്ട്. ഒരു ഭരണകൂടം കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക്, തോന്നിവാസങ്ങൾക്ക് ഒരു ജനത അനുഭവിക്കേണ്ടി വരുന്നത് വളരെ വളരെ കഷ്ടമാണ്. പാകിസ്ഥാൻ്റെ ഈ ഭീകരവാദവും മത തീവ്രവാദവും എല്ലാം കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറൊക്കെ വേണ്ടി വന്നു ഇന്ത്യക്ക്. പഹൽഗാമിൽ ആളുകളെ കൊന്നു, തീവ്രവാദത്തെ അവർ എന്നും പ്രോത്സാഹിപ്പിക്കുന്നു, താലിബാനിൽ പോയി ബഹളം ഉണ്ടാക്കുന്നു, അഫ്ഗാനിസ്ഥാനിൽ ബഹളം ഉണ്ടാക്കുന്നു, ഇന്ത്യൻ ബോർഡറിലും കാശ്മീരിലും വന്ന് നിരന്തരം ശല്യം ചെയ്യുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടപ്പിലാക്കേണ്ടി വന്നത്. പഹൽഗാമിൽ ഒരു കാര്യമില്ലാതെ 26 പുരുഷന്മാരെ അവർ ഹിന്ദുക്കളാണോ എന്ന് അവരുടെ പല രൂപത്തിൽ ശാരീരികമായും അല്ലാതെയൊക്കെ ചോദിച്ചൊക്കെ മനസ്സിലാക്കി 26 പേരെയാണ് കൊന്നുകളഞ്ഞത്. പിന്നെ വളരെ സങ്കടകരമായ കാര്യമാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ തിരിച്ചടിച്ചു, അവരെ ഭീകരവാദികളെയൊക്കെ നമ്മൾ റെഡിയാക്കി. ആ സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു. പാകിസ്ഥാൻ്റെ സിന്ധു നദീജലത്തിൽ നിന്നുള്ള ജലം കൊടുക്കൽ നിർത്തിവെച്ചു. ആ ജലം ഇന്ത്യയിൽ എടുക്കുന്നതിനുള്ള നിരവധി പദ്ധതികളുമായി ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഒരു 30 ദിവസം, ഏകദേശം ഒരു മാസം, ഇന്നിപ്പോൾ നവംബർ 1, നവംബർ 30 കൊണ്ട് തീരാവുന്ന അത്ര വെള്ളമേ പാകിസ്ഥാനിൽ ഇപ്പോൾ ഉള്ളൂ. സിന്ധു നദിയിൽ നിന്ന് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ആ ഒഴുക്ക് തടയുകയോ ഗണ്യമായി കുറയുകയോ ചെയ്താൽ പാകിസ്ഥാനിലെ ജനസാന്ദ്രതയെ സമതലങ്ങൾ മുഴുവൻ ജലക്ഷാമത്തിലേക്ക് പോകും. ഇപ്പോൾ തന്നെ 80% കൃഷിയും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസിൻ്റെ 2025 പരിസ്ഥിതി ആഘാത റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു. ആ റിപ്പോർട്ടിൽ പറയുന്നു 80% പാകിസ്ഥാൻ പ്രദേശവും സിന്ധു നദീജലം കൊണ്ട് കൃഷി ചെയ്യുന്ന 80% പ്രദേശവും വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കർഷകർ ആത്മഹത്യയിലേക്ക് പോകുന്നു, കൃഷിയില്ല. അത് പാകിസ്ഥാൻ്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ വർഷം ഏപ്രിൽ 22-നാണ്, അതായത് 2024 ഏപ്രിൽ 22-നാണ് സിന്ധു നദീജല കരാർ താൽക്കാലികമായി നമ്മൾ നിർത്തിവെച്ചത്. ഇന്ത്യ ഗവൺമെൻറ് നദികളുടെ ഒഴുക്ക് പൂർണ്ണമായി തടയാൻ പരിമിതി ഉണ്ട്. കാരണം അങ്ങനെ ഒരു നദി എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്യാച്ച്മെൻറ്റിൻ്റെ ഏരിയയിലൂടെ പല സ്ഥലത്തേക്കും വെള്ളം പോകും. അതുകൊണ്ട് പാകിസ്ഥാനിലേക്ക് വെള്ളം പോകും. പക്ഷേ എങ്കിൽ പോലും പാകിസ്ഥാൻ്റെ ഒരുപാട് തടസ്സങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ പാകിസ്ഥാൻ്റെ കാർഷിക മേഖലയിൽ വിനാശകരമായ വലിയ തടസ്സമാണ് ഉണ്ടാകുന്നത്. 2025 മേയിൽ ഏപ്രിലാണ് ചെയ്തെങ്കിൽ ചിനാബ് നദിയിലെ സലാൽ, ബഗ്ലിഹാർ അണക്കെട്ടുകളിൽ പാകിസ്ഥാന് മുൻകൂട്ടി അറിയിപ്പ് നൽകാതെ തന്നെ ഇന്ത്യ റിസർവോയർ ഫ്ലഷിംഗ് നടത്തിയപ്പോൾ ആഘാതം വളരെ വലുതായിരുന്നു അവർക്ക്. പിന്നീടത് ഇന്ത്യ അണക്കെട്ട് അടച്ചപ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബിലെ ചിനാബ് നദിയുടെ പല ഭാഗങ്ങളിലും ദിവസങ്ങളോളം വറ്റി വരേണ്ടതായും പിന്നീട് അണക്കെട്ട് വീണ്ടും തുറന്നപ്പോൾ വെള്ളത്തോടൊപ്പം ചെളിയും പ്രവഹിക്കുന്നതായിട്ടൊക്കെ വാർത്ത വന്നിരുന്നു. നമ്മൾ വെള്ളം തുറന്നു വിട്ടാൽ അവർക്ക് പ്രളയം വരും, വെള്ളം കൊടുക്കാതിരുന്നാൽ അവർക്ക് വരൾച്ച വരും. എന്തായാലും പാകിസ്ഥാൻ വളരെ അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വെള്ളം ലോകത്തിന് യുദ്ധത്തിന് ഇടയാക്കുമോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടായാൽ അത് വെള്ളത്തിന് വേണ്ടി ആയിരിക്കുമോ എന്നൊക്കെ ഉള്ള വലിയ ചർച്ചയുണ്ട്. ഒരു കാലഘട്ടത്തിൽ പെണ്ണിന് വേണ്ടി, പൊന്നിന് വേണ്ടി, പിന്നെ പെട്രോളിയത്തിന് വേണ്ടി, പിന്നെ കുരുമുളകിന് വേണ്ടി, കറുത്ത പൊന്നിന് വേണ്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങൾ തമ്മിൽ, സംസ്ഥാനങ്ങൾ തമ്മിലൊക്കെ വലിയ സംഘർഷത്തിലേക്ക് പോയിട്ടുണ്ട്. നമ്മളെ മുല്ലപ്പെരിയാറൊക്കെ നമുക്കറിയാം. അങ്ങനെ സംഘർഷത്തിലേക്ക് നിൽക്കുമ്പോഴാണ് സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ കരാറിനെ മരവിപ്പിച്ചതും കരാർ പ്രകാരമുള്ള വെള്ളം കൊടുക്കാത്ത സാഹചര്യവും നമ്മുടെ പ്രദേശത്തെ സിന്ധു നദീജലത്തിലുള്ള അണക്കെട്ടുകളെ നമ്മൾ ഡൈവേർട്ട് ചെയ്യാനും പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കാനുമൊക്കെയുള്ള കാശ്മീരിലും പഞ്ചാബിലുമൊക്കെ പുതിയ അണക്കെട്ടുകൾ നിർമ്മിച്ച് ഇന്ത്യക്കകത്തേക്ക് തന്നെ വെള്ളം കൊണ്ടുവരാനുള്ള ഒരുപാട് പദ്ധതികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ സങ്കടകരമായ കാര്യം അവിടുത്തെ പാവപ്പെട്ട കർഷകർ ഇതിൽ ബലിയാടാകുന്നു എന്നുള്ളത്, ആ ഭരണകൂടം കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബാക്കിപത്രം.